വയനാട് ട്രിപ്പിൻ്റെ ഇടയിലുള്ള കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. റൂമിലെത്തിയ ഉടനെ തന്നെ പൂളിലേക്ക് പോകാനുള്ള സെറ്റപ്പിലാണ് കേട്ടോ. അപ്പോൾ റൂമിലെത്തി ആദ്യം എനിക്ക് ചെയ്യേണ്ട സ്വഭാവം എന്ന് വെച്ചാൽ കയ്യിലുള്ള ക്രീമുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആ മിററിൻ്റെ മുന്നിൽ വലിച്ചിടുക എന്നുള്ളതാണ്. ഒരു ദിവസമാണ് അവിടെ സ്റ്റേ ഉള്ളത്, പക്ഷെ എന്നാലും എനിക്ക് ഇങ്ങനെ കണ്ടാലേ സമാധാനമാവുള്ളൂ. അപ്പോൾ രാത്രിയത്തെ ആ ഒരു പൂളിലുള്ള തിമർക്കലൊക്കെ കഴിഞ്ഞപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോൾ നല്ല വിശപ്പായിരുന്നു കേട്ടോ. അപ്പോൾ അടുത്തുള്ള വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിക്കാൻ ഓർഡർ ആക്കിയിട്ടുണ്ട്. നല്ല തലവേദനയുണ്ട്. രാത്രി എന്തോ ജ്യൂസോ ഫ്രൂട്ട്സ് അങ്ങനെയൊക്കെയാണ് ഞാൻ കഴിച്ചത്. അപ്പോൾ അതിൻ്റെ വിശപ്പ് എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പോൾ മസാല ദോശയും ചായയും പറഞ്ഞു. ദോശ മുന്നിൽ എത്തിയപ്പോഴാണ് എനിക്ക് സമാധാനമായത്. എൻ്റെ കഴിക്കൽ കണ്ടിട്ട് ഹസ്ബൻഡും മോളും കളിയാക്കുമായിരുന്നു കേട്ടോ. അത്ര ആർത്തി ഓടിച്ച പോലെ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. വിറക്കിണ്ടായിരുന്നു ഫുഡ് ലേറ്റായിട്ട്. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് പോയിട്ട് തിരിച്ച് വരുമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ബത്തേരി സ്റ്റേ ചെയ്തത്. അപ്പോൾ അവിടെ ഡ്രസ്സിൻ്റെ ഷോപ്പൊക്കെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ രാത്രി ഞാൻ ഒരു പാൻറ്റും ടോപ്പും എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് രാവിലെ പോകാമെന്ന് വിചാരിച്ചു വേറൊരു ഷോപ്പിൽ. ഇതാണ് കേട്ടോ ബത്തേരി ടൗൺ. ഇപ്പം ഭയങ്കര നീറ്റ് ആൻഡ് ക്ലിയർ ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം. നല്ല വൃത്തിയാണ് അവിടെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ മാക്സിൽ പോയി അവിടുന്ന് ഡ്രസ്സൊക്കെ നോക്കി. അപ്പം ഞാൻ നല്ലൊരു ജീനും ഒരു ടോപ്പും എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല സെലക്ഷൻ, നമ്മളെ തലശ്ശേരി കണ്ണൂരൊക്കെ ഉള്ളതിനേക്കാട്ടും നല്ല സെലക്ഷൻ തോന്നി എനിക്ക്. വയനാടിനോട് എപ്പോഴും ഒരു പ്രത്യേക ഇഷ്ടമാണ് കേട്ടോ. പഠിക്കുന്ന കാലത്ത്, അതായത് ഒരു 8 മുതൽ +2 വരെ ഞാൻ വയനാട് തന്നെയായിരുന്നു പഠിച്ചത്. അതിൻ്റെ ഇഷ്ടമുണ്ട് കേട്ടോ എനിക്കതിനോട്. നല്ല ചൂടുണ്ട്, വെള്ളം കുടിക്കുന്നൊന്നും അറിയുന്നേ ഇല്ല. അങ്ങനെ തിരിച്ചെല്ലാം വാങ്ങിച്ച് പാക്ക് ചെയ്ത് റൂമിലെത്തി. റൂമിൻ്റെ അവസ്ഥ ഉണ്ടോ, ഇനിയൊക്കെ വലിച്ചു വാരി എടുത്ത് നോക്കണം. ഇന്നലെ രാത്രി ഞാൻ എടുത്തിട്ട ക്രീമുകളും കാര്യങ്ങളും ഇതൊക്കെ സെറ്റാക്കി തിരിച്ച് നമ്മൾ തലശ്ശേരിക്ക് പോകും. അപ്പോൾ ബൈ.